നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ളൊരു വാർത്തയാണ്. ഇന്ന് രാവിലത്തെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്ത വാർത്തയുണ്ട്. ശ്വേതാ മേനോൻ തെറ്റ് ഏറ്റുപറഞ്ഞ് കത്തയച്ചു വന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരു കത്തായിട്ട് ആർക്കും അയച്ചിട്ടില്ല. അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരും അതോടൊപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് അയച്ചത്. അതെല്ലാ അംഗങ്ങൾക്കും അയച്ചു. എന്നാൽ ചില അംഗങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പല അംഗങ്ങളും അയച്ചു, ചില ആളുകൾക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല. അവരെ ഒഴിവാക്കിയാണോ അയച്ചതെന്നും എനിക്കറിയില്ല. അതിൽ ഇവർക്കുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കമ്മിറ്റിക്കുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഏറ്റവും വാസ്തവം. ആ വീഴ്ചകൾ നേരത്തെ മുതൽ തന്നെ ഇവർ പറഞ്ഞിരുന്നെങ്കിൽ, അന്നത്തെ ജനറൽ ബോഡിയിൽ ആദ്യം തന്നെ ഇവർ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതിന്ന് ഞാൻ പല അംഗങ്ങളുമായിട്ട് സംസാരിച്ചു. ഇവർ ആദ്യമേ ഇത് പറയണമായിരുന്നു. ഇത് പറഞ്ഞെങ്കിൽ ഇത്രയും വലിയ വിഷയം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല. തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളിലേക്ക് പോയതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ അവതരിപ്പിക്കാൻ പറ്റാത്തത്. അത് എല്ലാവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തുറന്ന കത്ത് എന്ന് പറഞ്ഞാൽ കത്തായിട്ടല്ല. ഇവർ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അമ്മയുടെ സംഘടനകളെല്ലാം അമ്മയുടെ ഒഫീഷ്യൽ ഒരു മൊബൈൽ ഫോണുണ്ട്. അത് ഇതിനു മുമ്പ് ഇരുന്ന സംഘടനയുടെ ഒരു മൊബൈൽ ഫോൺ. അതിൽ നിന്നാണ് അംഗങ്ങൾക്കെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അത് ചില ആളുകളുടെ കൈവശമായിരുന്നു ഇത്രയും നാൾ മൊബൈൽ ഫോൺ. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മീറ്റിംഗ് കൂടിയ വാർത്തയൊക്കെ ഞാൻ എഴുതുന്നു. അവരുടെ കമ്മിറ്റി സജീവമായിട്ട് പ്രവർത്തിക്കുന്നുള്ള വാർത്തയൊക്കെ ഞാൻ ചെയ്തു. ഇതിന് ശേഷമാണ് ഇന്നലെയോടുകൂടി ഈ വാട്സാപ്പിൽ സന്ദേശം അയച്ചത്. അത് പറഞ്ഞ പോലെ ഇവരെ ഏറ്റു പറയുന്നത്. അതിലെ ഉള്ളടക്കം ഞാൻ വായിക്കാം. അവരയച്ച വാട്സാപ്പിലെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട അമ്മ അംഗങ്ങളെ, സ്നേഹപൂർവ്വം നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങുന്നു. 2026 ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടായ ചർച്ചകളും തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ അംഗങ്ങളും നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ആ സംഭവങ്ങൾ പല അംഗങ്ങൾക്കും വിഷമവും നിരാശയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഏറ്റുപറച്ചിൽ തന്നെയാണ്, പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്നും അനുഭവക്കുറവ് മൂലമുണ്ടായ പിഴവുകൾ ആത്മാർത്ഥമായി ആത്മപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ഇതാണ് പറഞ്ഞത്. അവർക്കുണ്ടായ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. നേരത്തെ പറയാമായിരുന്നു. ഇവിടെ ഈഗോ വർക്കൗട്ട് ആയതാണ്. തമ്മിലുള്ള ഈഗോയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണമെന്ന് മനസ്സിലാവുന്നു. അതാണ് വിഷയം. അവർ പിന്നെയും തുടർന്ന് പോകുന്നുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്നും അനുഭവക്കുറവ് മൂലമുണ്ടായ പിഴവുകൾ ആത്മാർത്ഥമായി ആത്മപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു അവ തിരുത്തുന്നതിനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്തോടെയും മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. തീർച്ചയായിട്ടും നിങ്ങളാ തുടരണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ തുടരുന്ന കോടതിയിലാണ് ഇരിക്കുന്ന കാര്യം, അങ്ങനെ തന്നെ തുടരണം. അല്ലെങ്കിൽ കോടതി വിധിയാണ് നമ്മൾ മാനിക്കണം. 27-ാം തീയതിയാണ് കോടതി ഇതിൻ്റെ വിധി പറയാനിരിക്കുന്നത് എന്ന കാര്യം ഓർമ്മ. ഇതുമായിട്ട് ഹഡോ കമ്മിറ്റി ആയിട്ടുള്ള വിഷയത്തിൽ വിധി പറയാനിരിക്കുകയാണ്. വീണ്ടും തുടരുന്നു. ഇപ്പോൾ ചുമതല വഹിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്നും നിർവഹിച്ചു വരുന്നു. അതിനാൽ 2026 ജൂൺ 21 മുതൽ ഇന്ന് വരെ അമ്മയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അംഗസേവനങ്ങൾക്കും യാതൊരു തടസ്സവും നേരിട്ടില്ല. അംഗങ്ങളുടെ ഒരു സേവനത്തിനും യാതൊരു തടസ്സവും നേരിട്ടില്ല എന്ന് പറയുന്നു. അംഗങ്ങളുടെ കൈനീട്ടം, സഞ്ജീവനി പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും മുടക്കമില്ലാതെ തുടരുകയാണ്. ഇനിയും അതേ ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്വത്തോടെയും ഈ സേവനങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. അംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയാണ്. അമ്മയിലെ ഓരോ അംഗത്തിൻ്റെയും ക്ഷേമവും സുരക്ഷയും സംഘടനയുടെ ഐക്യവും കാത്തു സൂക്ഷിക്കുന്നതിനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന. എല്ലാം തെറ്റിദ്ധരുത്തുവാണ് കേട്ടോ. ഇത് നേരത്തെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹത്തിനും വിശ്വാസത്തിനും സഹകരണത്തിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലപ്പെട്ട പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം, ഇവിടെയാണ് സ്നേഹപൂർവ്വം അമ്മ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. ഇവരെല്ലാവരും ചേർന്ന് മീറ്റിംഗ് കൂടി തയ്യാറാക്കി ഇന്നലെ അയച്ചതാണ്. അത് ശ്വേതാ മേനോൻ ഏറ്റുപറച്ചിൽ എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഏറ്റുപറച്ചിലാണ്. അത് എല്ലാവരും, നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒരു ഉത്തരവാദിത്വം ഒരേപോലെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു വാട്സാപ്പ് സന്ദേശമാണ്, ടൈപ്പ് ചെയ്ത് അയച്ചാണ് ഞാൻ വായിച്ചത്. പക്ഷേ ഇത് നേരത്തെ ആകാമായിരുന്നു. എന്തിനാണ് ഇവർ ഇത്രയും ഈ സമൂഹ മധ്യേ ഇത്രമാത്രം ഈ സംഘടന ഇല്ലാതെയാക്കിയത്? അത് ഒരു പശ്ചാത്താപത്തോടു കൂടിയാണ് വന്നിരിക്കുക. ഇനി ഇവർ തീരുമാനിക്കേണ്ടത്. ഇതിപ്പോൾ കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഇങ്ങനെ ഇത് അയക്കാൻ പാടില്ല എന്നും ചില അംഗങ്ങൾ പറയുന്നു. അത് തെറ്റാണെന്ന് പറയുന്നു.
അതിൻ്റെ നിയമവശം ഞാൻ പഠിച്ചിട്ടില്ല. അത് തെറ്റായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച കോടതി ഈ അഡോക് കമ്മിറ്റി തുടരാൻ പാടില്ല എന്നുള്ളത് ഈ കമ്മിറ്റിക്ക് തുടരാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണല്ലോ കോടതിയുടെ ഒരു തീർപ്പ് വന്നിരിക്കുന്നത്. ഇനി 27-ാം തീയതിയാണ് ഈ കോടതി ഈ കേസെടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരു വിഷയമുണ്ടാവില്ലായിരുന്നു. ഇപ്പോഴും പറയുന്നു ഉണ്ണി ശിവാൽ എന്ന് പറഞ്ഞ വ്യക്തി കണക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാൻ എത്തിയിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണി ശിവാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാൻ ഉണ്ണി ശിവാൽ ഒരു മെയിൽ അയച്ചിരുന്നു. ആ മെയിലിൽ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ എലക്റ്റഡ് മെമ്പറാണ്, എന്നെ മാറ്റി നിർത്താനുള്ള അധികാരമില്ല എന്ന് പറയുന്നു. എന്നെ കേൾക്കണം, എന്നെ കേൾക്കാതെയാണ് എന്നെ മാറ്റി നിർത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയൊരു നീണ്ട ഒരു സംഭവം അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘടന ഇപ്പോൾ രണ്ടാമത് വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ചുമതലയേറ്റപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൽ പറയുന്നത് വരവെന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഒരു പരാതി അയച്ചത്. ചാലി പാലയ്ക്ക് പൈസ കൊടുക്കാനുണ്ട് ആ സിനിമയിൽ നിന്നും എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇതിന് കൃത്യമായ മറുപടി, ആ സിനിമയ്ക്ക് ക്ലിയറൻസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അതിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് മുമ്പ് വേണമെന്ന് പരാതി. പക്ഷേ ഈ അമ്മയിലെ അടിയും ബഹളമായതുകൊണ്ട് ചാലിപ്പാല ചിലപ്പം നേരത്തെ പരാതി വിട്ട ശേഷം ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പോഴാണ് കത്തയച്ച് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർമ്മാതാക്കളുടെ സംഘടന കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചു മറുപടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ബിജു മേനോൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ കത്തയച്ചെങ്കിലും അതിന് താരസംഘടന അമ്മയിൽ നിന്നും മറുപടി വന്നിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഉള്ള വിഷയങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും താരസംഘടന അമ്മയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.